എന്താണ് നമ്മുടെ അദാനിക്കെതിരായിട്ടുള്ള പുതിയ കേസ്? എവിടെയോ കൊടുക്കുന്ന അമേരിക്കക്കാർ എന്തിനാണ് അദാനിക്കിട്ട് പണി കൊടുക്കുന്നത്? ഒരൊറ്റ ദിവസം ഒരു ന്യൂസ് കൊണ്ട് അദാനിക്ക് നഷ്ടമായത് 2 ലക്ഷം കോടി രൂപയാണ്. അതേപോലെ BJP-ക്കാർ ഒരു കാര്യം പറയുന്നത് ഇതിന്റെയൊക്കെ പിന്നിൽ ജോർജ് സോറോസ് ആണ്, അദാനിനെ കൊടുക്കാൻ നോക്കുകയാണ് അമേരിക്കക്കാര് എന്നാണ് പറയുന്നത്. എന്തെങ്കിലും സത്യമുണ്ടോ അതിൽ? അതാ ചുമ്മാ പറയുന്നതാണോ? എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ കഴിഞ്ഞ ബുധനാഴ്ചയാണ് അമേരിക്കയിലെ ന്യൂയോർക്കിൽ ഒരു കോടതി ഒരു വിധി പ്രഖ്യാപിക്കുന്നത്. വളരെ വിയേർഡാണ് ഇത്. ആദ്യം ഈ കേസ് കേൾക്കുമ്പോൾ അതായത് അവർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അദാനി $250 മില്യൺ, അതായത് 2000 കോടി രൂപന്റെ അടുത്തായിട്ട് വരും, അത് ഇന്ത്യയിലുള്ള ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഓഫീസേഴ്സിന് കൊടുത്തു കൈക്കൂലിയായിട്ട്, ബ്രൈബായിട്ട്. എന്തിന്? ഗവൺമെന്റിൽ നിന്നും പ്രൊജക്ട്സ് കിട്ടാൻ വേണ്ടിയിട്ട്. അദാനി ഗ്രീൻ എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. അതായത് ഇവരുടെ സോളാർ പ്രൊജക്ട്സും ഈ ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റ്സ് ഒക്കെ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത്. അപ്പൊ ആ ഇലക്ട്രിസിറ്റി പ്രൊജക്ട്സിന് വേണ്ടിയിട്ട് ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് തന്നെ കൈക്കൂലി കൊടുത്തു എന്നാണ് കേസ്. അമേരിക്കക്കാർക്ക് നമ്മൾ ഇന്ത്യക്കാരെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ഇവിടെ കൈക്കൂലി കൊടുക്കാണ്ട് ഒരു തേങ്ങയും നടക്കില്ല. പിന്നെയാണ് ഗവൺമെന്റ് പ്രൊജക്ട്സ്. അതിപ്പോ എത്ര വലിയ കമ്പനി ആയാലും ഗവൺമെന്റിന് കിട്ടേണ്ടത് കിട്ടിയാലേ ആ പ്രൊജക്ട് ഇവർക്ക് അപ്രൂവ് ആക്കി കൊടുക്കുള്ളൂ. ഇത് ഇവിടെ ഇന്നലെ ജനിച്ച കുട്ടിക്ക് വരെ അറിയാം. ഇതൊന്നും നമുക്ക് വലിയ സംഭവമൊന്നും അല്ല, സ്ഥിരം നടക്കുന്ന കാര്യങ്ങളാണ്. അദാനിക്കാണെങ്കിൽ മേജർ എല്ലാ സ്റ്റേറ്റ്സിലും ഉണ്ട് ഇവരുടെ സോളാർ പ്രൊജക്ട്സ്. അപ്പൊ ഇന്ത്യക്കാർക്ക് കൈക്കൂലി കൊടുക്കുന്നതിന് അമേരിക്കക്കാർക്ക് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. അദാനി ഗ്രീൻ എന്ന് പറഞ്ഞുള്ള കമ്പനിയുടെ ഒരു ബോണ്ട്, 600 മില്യൺ വാല്യൂ ഉള്ള ഒരു ബോണ്ട് USDയിൽ, അതായത് അമേരിക്കയിൽ സെല്ല് ചെയ്യാൻ അവർ പോവായിരുന്നു. 5000 കോടി രൂപയുടെ അടുത്തായിട്ട് വരും. അപ്പൊ ഇത് ഫോറിൻ ബോണ്ട്സ് ആണ്. ഈ ബോണ്ടുകൾ അമേരിക്കയിലാണ് വെക്കുന്നത്, USDയിലാണ് വെക്കുന്നത്. അപ്പൊ ഇത്ര വലിയൊരു ബോണ്ട് സെയിൽ അദാനി അമേരിക്കയിൽ നടത്തുന്നു എന്നതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഇവർ ഈ ഒരു അന്വേഷണം തന്നെ നടത്തിയിരിക്കുന്നത്. അങ്ങനെ ബുധനാഴ്ച ഈ വാർത്ത വന്നു. വ്യാഴാഴ്ച മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോഴേക്ക് 20% ഡൗൺ ആയി അദാനിന്റെ എല്ലാ മേജർ സ്റ്റോക്കുകളും. അതേപോലെ ഈ ബോണ്ട് സെയിൽ ഉണ്ടല്ലോ, അദാനി അമേരിക്കയിൽ വിൽക്കാൻ ഉദ്ദേശിച്ച ബോണ്ടുകൾ, അത് ക്യാൻസൽ അടക്കം ചെയ്തു. ആ ഒരു സെയിൽ തന്നെ ഇവർ ക്യാൻസൽ ചെയ്തു. ഇതന്നെയായിരുന്നു അമേരിക്കക്കാർക്ക് വേണ്ടിയിരുന്നത്. അപ്പൊ അദാനിക്കെതിരെ ന്യൂയോർക്കിലെ കോടതി ഒരു അറസ്റ്റ് വാറന്റ് തന്നെ ഇറക്കിയിട്ടുണ്ട്. എന്തിനാണ്? മിസ്ലീഡിങ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അതായത് ഇന്ത്യയിലും ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഒരുപാട് സോളാർ പ്രൊജക്ട്സ് ഞങ്ങളുടെ കയ്യിലുണ്ട്, അത് കാരണം നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ ബോണ്ടിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടാണ് ഇവർ അവിടെ ബോണ്ട് സെയിൽ നടത്താൻ ഉദ്ദേശിച്ചത്. ഈ ഗവൺമെന്റ് പ്രൊജക്ട്സ് ഒക്കെ എങ്ങനെയാണ് കിട്ടിയത്? അത് ബ്രൈബറി കൊടുത്തിട്ടാണ്. അങ്ങനെയാണ് അദാനിനെ ഇവര് ഒരു കേസിൽ പെടുത്തിയത്. ഇനി അടുത്ത ചോദ്യം, ജോർജ് സോറോസ് ഇതിന്റെ ഇടയിൽ കൂടെ എവിടെ നിന്ന് വന്നു? പുള്ളിക്കും അദാനിക്കുമായിട്ട് എന്താ പ്രശ്നം? പുള്ളിയാണോ ഇതിന്റെ പിന്നിൽ? അത് നമുക്ക് ഈ വീഡിയോന്റെ സെക്കൻഡ് പാർട്ടിൽ നോക്കാം. തൊട്ടടുത്ത വീഡിയോ എടുത്ത് നോക്കിയാൽ മതി.